ബബ്ബ അഥവാ ഭയം ഭക്തി ബഹുമാന സിനിമയുടെ ക്ലൈമാക്സ്, എൻഡിങ്, ക്രെഡിറ്റ് സീൻ, അതിലൂടെ സെറ്റപ്പ് ചെയ്യുന്ന സെക്കൻഡ് പാർട്ട്, ഇതിനെയൊക്കെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സ്പോയിലേഴ്സ് അഹെഡ്. ദിലീപിന്റെ ഈ സിനിമയിലെ ക്യാരക്ടറിന്റെ പേര് ഒരിടത്തും സ്പെസിഫൈ ചെയ്യുന്നില്ല. സാധാരണക്കാരൻ, റഡാർ എന്നൊക്കെയാണ് പലയിടത്തും പറയുന്നത്. വിക്കിപീഡിയയിൽ ഇന്നലെ വരെ പേരൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ റഡാർ എന്നാരും എഡിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഒരു പ്രോപ്പർ നെയിം ഒരിടത്തും പറയുന്നില്ലെങ്കിലും ഏറ്റവും അവസാനം വരുന്ന ക്രെഡിറ്റ് സീനിൽ ഒരു ചെറിയ ടീസിംഗ് ഉണ്ട്. അവിടെ മെൻ്റൽ ഹോസ്പിറ്റലിൽ ഗുണ്ടകളെല്ലാം കൂടെ കയറി വന്നിട്ട് രജിസ്റ്റർ നോക്കുന്നുണ്ട് സെൽ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ അതിലിങ്ങനെ തോക്ക് വെച്ച് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഒരിടത്ത് ഈ തോക്ക് നിർത്തുന്നുണ്ട്. അതാണ് ദിലീപിൻ്റെ സെൽ. അപ്പോൾ ആ ഒരു പേര് എനിക്ക് പെട്ടെന്ന് ദാമോദർ എന്നാണ് ചെറുതായിട്ട് കണ്ടത്. സോ ഒരു പക്ഷേ ഉണ്ണി ദാമോദർ എന്നാകുമോ പേരെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം റൺവേയിലെ ഐക്കോണിക് ആയിട്ടുള്ള ക്യാരക്ടർ നെയിമായിരുന്നല്ലോ ഉണ്ണി ദാമോദർ. അപ്പോൾ നേരത്തെ തന്നെ ഈ ഒരു സിനിമയിൽ ഇഷ്ടം പോലെ ആ ഒരു പഴയ സിനിമകളുടെ റെഫറൻസും മറ്റും ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ക്യാരക്ടർ അണ്ടർവേൾഡും ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെയും ഈ ഒരു നെയിം കൊണ്ടുവരാൻ ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഐ ആം നോട്ട് ഷുവർ. സോ സിനിമ ഓൾറെഡി കണ്ടിട്ട് ആ ഒരു പേര് ശ്രദ്ധിച്ചവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. തൽക്കാലം പേരെത്ര ഷുവർ അല്ലാത്തതുകൊണ്ട് ദിലീപ് എന്ന് തന്നെ നമുക്ക് വീഡിയോയിൽ പറയാം. അപ്പോൾ ദിലീപിൻ്റെ ബാക്ക് സ്റ്റോറി നമ്മൾ സിനിമയിൽ പ്രോപ്പർലി കാണുന്നുണ്ട്. ഈ ഒരു ക്യാരക്ടറിൻ്റെ അച്ഛനും അമ്മയും വളരെ കുട്ടിക്കാലത്തിന് മരിച്ചു പോയതാണ്. ആ ഒരു സമയത്ത് അമ്മ മരിച്ചു കിടക്കുമ്പോൾ അമ്മയെപ്പറ്റി മോശം പറയുന്നത് ഈ ഒരു ക്യാരക്ടർ കേൾക്കുന്നു. അങ്ങനെ പറഞ്ഞത് ബൈജു ചെയ്തിട്ടുണ്ടായിരുന്ന ജോസഫ് എന്ന ആ ഒരു രാഷ്ട്രീയക്കാരനാണ്. പിന്നീട് ഇതേ ജോസഫ് തന്നെ MLA ആയിട്ട് മാറുമ്പോൾ ആ ഒരു വിജയാഘോഷം കാരണം റോഡ് ബ്ലോക്ക് ഉണ്ടാവുകയും ആ ഒരു സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട ദിലീപിൻ്റെ അച്ഛനെ എത്തിക്കാൻ അതിലൂടെ പറ്റാതെ പോവുകയും ചെയ്തതോടുകൂടി തൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരനായിട്ടും ജോസഫിനെ ദിലീപ് കാണുന്നു. സോ ഓൾറെഡി എത്രത്തോളം ഹെയ്റ്റ് ഉണ്ടായിരുന്ന ഒരാളുടെ അടുത്തേക്ക് അടുത്തൊരു ഹെയ്റ്റ് കൂടെ വന്നിട്ട് ആ ഒരു ഹോൾ ലൈഫ് തന്നെ അയാൾക്കെതിരെയായിട്ട് മാറുന്നു. അതായത് ഓൾറെഡി അച്ഛനും അമ്മയും ഇല്ലാതെ എലോണായി മാറിയിരിക്കുകയാണ് ദിലീപ്. അതിൻ്റെ കൂടെ തന്നെ ഹെയ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരാളെയും കിട്ടി. എന്നാൽ അയാളുടെ ആ മുഖത്തുള്ള ചിരി മായ്ക്കുക എന്നത് മാത്രമാണ് ദിലീപിന് വേണ്ടിയിരുന്നത്. അല്ലാതെ അയാളെ കൊല്ലുകയോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് എപ്പോഴേ ചെയ്യാമായിരുന്നു. അതിനുവേണ്ടി ഒരു ചാൻസ് ദിലീപ് പലപ്പോഴായിട്ട് നോക്കിയിരുന്നു. അങ്ങനെ അവസാനം ആ ഒരു സാധ്യത ദിലീപിന് മുന്നിലേക്ക് വരികയും ആ ഒരു സാധ്യത എടുക്കുകയും അങ്ങനെ എല്ലാവരുടെ മുന്നിൽ ഒരു ഹീറോ പരിവേഷം കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ തൻ്റെ പേഴ്സണലായിട്ടുള്ള റിവെഞ്ച് തീർക്കാനും സാധിക്കുന്നുണ്ട്. സിനിമയിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ക്യാരക്ടേഴ്സിൽ ഒന്നായിരുന്നു ധ്യാൻ ശ്രീനിവാസന്റെ ഗോഡ്സൺ അഞ്ചരക്കണ്ടി. ഈ ഒരു ക്യാരക്ടർ ട്രെയിലറൊക്കെ വന്ന സമയം നമ്മൾ വിചാരിച്ചത് വിനീതിന് തൊട്ട് താഴെ നിൽക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ കിട്ടുമെന്നാണ്. അതായത് ലാലേട്ടൻ ഒരു എക്സ്റ്റെൻഡഡ് കെമിയോ ആയിരിക്കും, ധ്യാൻ സിനിമയിലുടനീളം ഉണ്ടാകുമെന്നൊക്കെയാണ് നമ്മൾ കരുതിയതെങ്കിലും ഇവഞ്ച്വലി വന്നപ്പോഴത്തേക്കും ലാലേട്ടനേക്കാളും സ്ക്രീൻ ടൈം കുറവ് ധ്യാനായിരുന്നു എന്ന് പറയേണ്ടി വരും. പക്ഷേ എന്നിരുന്നാലും ഈ ക്യാരക്ടർ സിനിമയിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള റോളിലാണ് എത്തി നിൽക്കുന്നത്. അതിന് കാരണം ക്ലൈമാക്സിലെ ആ ഒരു റിവീലിംഗ് സീനാണ്. അശോകന്റെ ക്യാരക്ടർ ഹിസ്റ്റോറിയൻ ആകുന്ന രീതിയിലൊക്കെ ആദ്യം വന്നിട്ട് പിന്നീട് ദിലീപിന്റെ ആളാന്ന് റിവീൽ ആവുന്നുണ്ടല്ലോ. അതിന്റെ ഒരു ബിഗ്ഗർ വേർഷനാണ് ധ്യാൻ എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യമൊക്കെ ഈ വിനീതിനെ സഹായിക്കാൻ വേണ്ടി വന്ന അല്ലെങ്കിൽ ദിലീപിനെ പുറത്തു കൊണ്ടുവന്ന അതിലൂടെ സ്വയം ഒരു ഫെയിം കണ്ടെത്താൻ നടക്കുന്ന ആളാണ് ഈ ഗോഡ്സൺ അഞ്ചരക്കണ്ടി എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ ഇവഞ്ച്വലി മനസ്സിലാക്കുന്നുണ്ട് ഗോഡ്സൺ ഗില്ലി ബാല അഥവാ ലാലേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ ആളാണെന്ന്. സോ ഏറ്റവും അവസാനം ദിലീപിനെ അതേപോലെ CM ഒക്കെ ഈ ഫോഴ്സ് വന്ന് പിടികൂടിയെങ്കിലും ആ ഒരു സെയിം ടൈമിൽ തന്നെ CM രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്ന സെയിം ടൈമിൽ തന്നെ അയാളുടെ അഴിമതികളെല്ലാം ഒറ്റയടിക്ക് മീഡിയ ആൻഡ് അടക്കമുള്ള എല്ലാ പേഴ്സൺസിൻ്റെ അടുത്തേക്കും മെസ്സേജ് ആയിട്ട് ഈ ഗോഡ്സൺ അഞ്ചരക്കണ്ടി അയക്കുന്നു. അങ്ങനെ അതിലൂടെ ഈ പറഞ്ഞ CMൻ്റെ ചിരി എന്നേക്കുമായിട്ടുമായിരുന്നു. കാരണം അയാൾക്ക് ഇനി ഇത്രയധികം അഴിമതികൾ പുറത്തു വന്നുകൊണ്ട് CM ആയിട്ട് തുടരാമെന്ന് പോയിട്ട് രാഷ്ട്രീയ ഭാവി പോലും ഇല്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ അയാളുടെ ഹോൾ ലൈഫ് തന്നെ ദിലീപ് ഇല്ലാതാക്കി. ഈ ഒരു സിനിമയിലെ ദിലീപിൻ്റെ ക്യാരക്ടർ ഇവഞ്ച്വലി വിജയിച്ചു. കാരണം അയാൾക്ക് വേണ്ടിയിരുന്നത് ഈ പറഞ്ഞ CM ആയിട്ടുള്ള ജോസഫിനെ കൊല്ലുകയോ ഒന്നും ആയിരുന്നില്ല, അയാളുടെ മുഖത്തെ ചിരി മായ്ക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അയാളുടെ എല്ലാ അഴിമതികളും പുറത്തു വന്ന് CM ആയിട്ട് ഒരു ദിവസം പോലും കസേരയിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് ഇപ്പോൾ അഴിമതികളും പുറത്തു വന്ന് CM പോയിട്ട് രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതായിരിക്കുന്നത്. അങ്ങനെ അയാളുടെ ആ ഒരു ഹോൾ സ്മൈൽ ഇല്ലാതാക്കി ദിലീപ് വിജയിച്ചിരിക്കുന്നു. എന്നാൽ ഈ ബഹളങ്ങൾക്കിടയിൽ ദിലീപിൻ്റെ അടുത്ത സുഹൃത്തായിരുന്ന ബാലു വർഗീസ് ചെയ്ത മഹി എന്ന ക്യാരക്ടർ മരിക്കുന്നുണ്ട്. മഹിയെ കൊല്ലുന്നത് തന്നെ വിനീത് ശ്രീനിവാസൻ നോബിള് വെടിവെച്ചിട്ടാണ്. എന്നിട്ട് മഹിയുടെ അമ്മയൊക്കെ ഇരിക്കുമ്പം തന്നെ ദിലീപിനെ കോൾ ചെയ്തിട്ട് ഞാൻ അവനെ കൊന്നടാ എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിക്കുന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ചിരി നോബിളിൻ്റെ മുഖത്ത് നിന്ന് മായ്ക്കണം എന്നുള്ളതാണ് അടുത്ത ദിലീപിൻ്റെ ലക്ഷ്യം. അതിനായി നിന്നെ ഞാൻ തേടി വരും എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു എൻഡിങ് ഇട്ടാണ് അവസാനിക്കുന്നത്. പക്ഷേ ആ ഒരു എൻഡിങ്ങും സിനിമയുടെ തുടക്കം മുതലേയുള്ള പല കാര്യങ്ങളും ആക്ച്വലി ആ പറഞ്ഞ വിനീതിൻ്റെ ആ ഒരു ഹെയ്റ്റ് ഉണ്ടല്ലോ, വിനീതിനോടുള്ള ഹെയ്റ്റ്, ആ ഒരു ചിരി മായ്ക്കണം എന്നുള്ളത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാന്ന് പറയേണ്ടി വരും. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഈ ഒരു സിനിമ തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? കുറേ കുട്ടികൾ, റിച്ച് ആയിട്ടുള്ള കുറേ കുട്ടികൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കും. അവരുടെ അടുത്ത് പ്രശ്നമായിട്ട് കുറച്ച് ആൾ കളിക്കാൻ വേണ്ടി ഒരു കഥ പറയുന്നതായിട്ടല്ലേ. അപ്പോൾ ഇവരുടെ അണ്ണൻ എന്ന രീതിയിലാണ് ദിലീപിൻ്റെ കഥ ഇവർ പറയുന്നത്. അപ്പുറത്ത് നിൽക്കുന്ന റിച്ച് കുട്ടികളുടെ മെയിനായിട്ടുള്ള ഒരാളുടെ അച്ഛനാണ് ഈ പറഞ്ഞ വിനീതിൻ്റെ നോബിൾ എന്ന ക്യാരക്ടറും, അതേപോലെ അപ്പൂപ്പനാണ് ബൈജുവിൻ്റെ ജോസഫ് എന്ന ക്യാരക്ടറും. അപ്പോൾ ആ ഒരു ഈ പറഞ്ഞ ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ്റെ അച്ഛനെ അപ്പൂപ്പനെയും തോപ്പിച്ച് നമ്മുടെ സ്വന്തം അണ്ണനാണെന്ന രീതിയിലാണ് ഇവർ പറയുന്നത്. പക്ഷേ ദിലീപ് ഇവരും കൂടെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് പോലും സിനിമയിൽ
കാണിക്കുന്നില്ല. എന്തായാലും അതിലൂടെ ഈ പറഞ്ഞ ദിലീപിൻ്റെ ഫസ്റ്റ് പ്ലാൻ ഫുള്ളി സെറ്റായി കഴിഞ്ഞു. അതായത് ആദ്യം തന്നെ നോബലിൻ്റെ മകൻ്റെ ഉള്ളിൽ ആ ഒരു ഹെയ്റ്റ് വളർത്തി വലുതാക്കുക, തൻ്റെ അച്ഛനെ അത്രത്തോളം സപ്പോർട്ട് ചെയ്ത് ആ ഒരു ക്ലൈമാക്സിൽ പോലും അച്ഛൻ വിജയിച്ചതെന്നൊക്കെ രീതിയിൽ അഹങ്കരിച്ചിരിക്കുന്ന അവൻ്റെ അടുത്തേക്ക് ആ ഒരു ഹെയ്റ്റ് ഫുൾ സ്പ്രെഡ് ചെയ്യുക. സോ ആ ഒരു നോബലിൻ്റെ ചിരി മായ്ക്കുന്ന ലക്ഷ്യം ആദ്യം തുടങ്ങുന്നത് അയാളുടെ മകനിൽ നിന്നാണ്. അതിൻ്റെ ഈ പറഞ്ഞ ഹോൾ ബബ്ബ സ്റ്റോറി, ആ കുട്ടികൾ മറ്റേ കുട്ടികൾ പറഞ്ഞ സ്റ്റോറിയിലൂടെ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ദിലീപ് ഓൾറെഡി അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഏറ്റവും അവസാനം തന്നെ മകൻ്റെ ബാഗിൽ നിന്നൊരു നോട്ടീസിൽ നിന്നുമാണ് ആ ഒരു ചിരി മായ്ക്കും എന്നുള്ള മെസ്സേജ് നോബലിന് ദിലീപിൽ നിന്ന് ലഭിക്കുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവം പിള്ളേരിലൂടെ മകനിൽ ആദ്യം ഒരു ഹേറ്റ് സ്പ്രെഡ് ചെയ്തെടുക്കുന്നു. ദാറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി ഒരുപാട് വലിയ വലിയ പണികൾ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹോൾ നറേറ്റീവിൽ ഈ ഒരു സംഭവം ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചത് ഒരുപാട് വർക്കായി. പക്ഷേ അതേപോലെ വർക്കാവാതെ പോയ വേറൊരു സംഭവമാണ് ഇനി പറയാൻ പോകുന്നത്. മെയിൻ എൻഡിങ്ങിന് ശേഷം ഒരു ക്രെഡിറ്റ് സീൻ ഉണ്ടായിരുന്നു, സംവെയർ ഇൻ ദ യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ടൈലൻറ്റ് സീൻ. അപ്പോൾ ഏതോ ഒരു വിദേശ രാജ്യമാണ് കാണിക്കുന്നത്. അവിടെ ഓസ്കാർ ബ്രോസിൻ്റെ ഹെഡായി കാണിക്കുന്നത് തമിഴ് നടൻ SJ സൂര്യയാണ്. എക്സെൻട്രിക് ആൻഡ് ലൗഡ് ആയിട്ടുള്ള ആൻറ്റഗോണിസ്റ്റ് ക്യാരക്ടേഴ്സ് കുറേ ചെയ്ത് SJ സൂര്യ നമുക്ക് എല്ലാവർക്കും വളരെയധികം പരിചയമാണ്. അപ്പോൾ ഓസ്കാർ ബ്രോസ് എന്ന് പറഞ്ഞ SJ സൂര്യ ഭാഗമായിട്ടുള്ള ആ ഒരു വലിയ ക്രിമിനൽ സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി നേരത്തെ തന്നെ സിനിമയിലുടനീളം കാണിക്കുന്നുണ്ട്. ഫ്ലാഷ് ബാക്ക് സീൻസിലൊക്കെ ലാലേട്ടൻ്റെ ആ ഒരു ഗില്ലിബാല ക്യാരക്ടർ പലയിടത്തുനിന്നും അടിച്ചു മാറ്റിക്കൊണ്ടുവരുന്ന സാധനങ്ങൾ, വെപ്പൺസ് ആണെങ്കിലും വണ്ടിയാണെങ്കിലും ഇതൊക്കെ കൂടുതലും ഓസ്കാർ ബ്രോസിൻ്റെ കയ്യിൽ നിന്നാണ്. ഓസ്കാർ ബ്രോസിൻ്റെ കുറേ ലോഗോ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതാരാന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല SJ സൂര്യ പറയുന്നുണ്ട്. കാരണം ഓസ്കാർ ബ്രോസ് മൊത്തത്തിൽ തപ്പി നോക്കി, ഒരു ഗ്യാങ്സ്റ്റർ ലിസ്റ്റിലൊന്നും ഇവരില്ല, റാണ്ടമായിട്ട് ആരൊക്കെയോ ഒന്ന് ഇവർക്കിട്ട് പണി വെക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ തിരിച്ചു പണിയാനാണ് തീരുമാനം. അങ്ങനെ ഗില്ലി പ്രദേശ് എന്നറിയപ്പെടുന്ന ഇവരിലെ ഒരാളായിട്ടുള്ള ദിലീപിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് ആൾക്കാരെ അയക്കുന്നത്. അപ്പോൾ അതേ അവിടെ ഗില്ലിബാല എത്തി, കൂടെ ഒരു കെട്ട് തോക്കുകളുമായി നിൽക്കുന്ന ചിയർ ഗേൾസും. അപ്പോൾ ഈ ഓസ്കാർ ബ്രദേഴ്സും ഗില്ലി ബ്രദേഴ്സും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് വരാൻ പോകുന്ന സെക്കൻഡ് പാർട്ട് അഥവാ OG അഴിഞ്ഞാട്ടം. അപ്പോൾ ഒരു പ്രോപ്പർ മൾട്ടി സ്റ്റാർ പടം തന്നെയാണ് ഇത്. കാരണം ലാലേട്ടനും ദിലീപിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് ഇതിൽ കിട്ടും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഈ ഓസ്കാർ ബ്രദേഴ്സ് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ ഒരാളെ മാത്രമാണ് കാണിക്കുന്നത്, SJ സൂര്യ മാത്രമാണ് കാണിക്കുന്നത്. സോ അവിടെ മറ്റൊരു പ്രോമിനൻറ്റ് തമിഴ് ആക്ടറിനെ കൊണ്ടുവരാനുള്ള പോസിബിലിറ്റി ഇട്ടുവെച്ചിട്ടാണ് അവർ നിൽക്കുന്നത്. SJ സൂര്യയ്ക്ക് മുകളിൽ മറ്റൊരാളെ കൂടെ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കും. നിലവിൽ അത് ആരാന്നുള്ളതൊന്നും കൺഫേം ആക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഒരു പോസിബിലിറ്റി ഇട്ട് SJ സൂര്യ മാത്രം കാണിച്ചത്. സോ അങ്ങനെ വരുമ്പോൾ SJ സൂര്യയുടെ കൂടെ നിൽക്കാൻ പോകുന്ന ആ ഒരു വലിയ തമിഴ് ആക്ടർ ആരാകുമെന്നാണ് നിങ്ങൾ പ്രഡിക്റ്റ് ചെയ്യുന്നത്? എനിക്കെന്തോ വിക്രം വരുമെന്നാണ് തോന്നുന്നത്. കാരണം വിക്രം പണ്ടും മോളിവുഡ് സിനിമകളൊക്കെ വർക്ക് ചെയ്ത ഒരാളാണല്ലോ. ആൻഡ് ഈ ഒരു ഗ്യാങ്സ്റ്റർ സെറ്റപ്പിന് പുള്ളി പെർഫെക്റ്റ് ആയിട്ടും തോന്നി. സോ വിക്രം SJ സൂര്യ വേഴ്സസ് ലാലേട്ടൻ ദിലീപ് എന്നൊരു സെറ്റപ്പിലാണ് വരുന്നതെങ്കിൽ ഇതൊരു വമ്പം പടമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതൊരു കൺഫേം ആയിട്ടുള്ള കാര്യമല്ല, എൻ്റെ മനസ്സിൽ വന്ന കാര്യമാണ്. ഏത് ആക്ടർ വരുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അത് താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. പക്ഷേ ഇവിടെ എനിക്ക് തോന്നിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ, നേരത്തെ ഈ ബബ്ബയുടെ മുഴുവൻ കഥ പറയുന്നത് ആ ഒരു കുട്ടികളായിരുന്നല്ലോ. കുട്ടികൾ മൊത്തത്തിൽ അവരുടെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് അത് പറയുന്നത്. നമ്മളൊക്കെ ചെറുപ്പകാലത്ത് കുറേ കഥ ഇങ്ങനെ മസാല കയറ്റി പറയുമല്ലോ, അതുപോലെയാണ് പിള്ളേർ പറയുന്നത്. പിള്ളേർ ഈ പറഞ്ഞ ഗില്ലിബാലയും ഈവൻ ദിലീപിനെ പോലും കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല. പലയിടത്തുനിന്നും കേട്ട കഥകൾ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് പറയുന്നു. അവർക്കും കൂടുതൽ ആ ഒരു നോട്ടീസ് വിതരണം ചെയ്ത എക്സ്പീരിയൻസും മറ്റുമായിരിക്കുമല്ലോ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞൊരു കഥയായതുകൊണ്ടാണ് ഈ പറഞ്ഞ നോ ലോജിക് ഓൺലി മാഡ്നസ് എന്നുള്ളൊരു സംഭവം വർക്കായത്. കാരണം ഇത് പിള്ളേർ പറയുന്ന ഒരു നറേറ്റീവാണ്. റിയൽ സംഭവം ഒരു ബേസിക് ഔട്ട്ലൈൻ ആയിരിക്കും. അത് ചിലപ്പോൾ ഭയങ്കര ഡാർക്കായിരിക്കും. ഒരു തരത്തിൽ നോക്കിയാൽ CM ഒരാൾ തട്ടിക്കൂട്ട് പോയി എന്നൊക്കെ പറയുന്നത് ഡാർക്കാണല്ലോ. അപ്പോൾ ആ ഒരു സംഭവത്തെ ഇങ്ങനെ പൊലിപ്പിച്ച് മസാല കയറ്റി ഒരു മാസ് ഹീറോ ആക്കി പറയുക എന്നുള്ളതായിരുന്നു പിള്ളേരുടെ ലക്ഷ്യം. ആ ലോജിക്കിലാണ് എല്ലാ സാധനങ്ങളും വർക്കായത്. പക്ഷേ അതിനുശേഷം ഈ പറഞ്ഞ ക്രെഡിറ്റ് സീൻ പിള്ളേർ പറയുന്നതല്ല. പക്ഷേ ആ ഒരു സെയിം ടോൺ ആൻഡ് ലോജിക്കിൽ തന്നെയാണ് അത് വന്നിരിക്കുന്നത്. അവിടെ എനിക്ക് ആ ഒരു കണ്ടിന്യൂറ്റി ബ്രേക്ക് ആവുന്നത് പോലെ തോന്നി. എനിക്ക് മാത്രം തോന്നിയാണെന്നറിയില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. ഈ ഒരു ക്രെഡിറ്റ് സീനിന് മുന്നേ വരെ എനിക്ക് സിനിമയിൽ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കിട്ടിയത്. പക്ഷേ ഈ പറഞ്ഞ ഹോൾ ലോജിക്ക് ബ്രേക്ക് ആവുകയും കുറച്ച് ഫോഴ്സ്ഡായിട്ട് സീക്വലിൻ്റെ ഒരു പ്ലാൻ സെറ്റപ്പ് ചെയ്യുകയും ചെയ്തതോടുകൂടി എനിക്ക് എന്തോ ഒരു കല്ലുകടി തോന്നി. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഗോട്ട് ഇറങ്ങിയപ്പോൾ ഇതുപോലായിരുന്നു. അതുവരെ ഒരു പ്രോപ്പർ എൻഡിങ് സിനിമയ്ക്ക് കൊടുത്തു. എന്നാൽ അതിന് ശേഷം ക്ലോണിനെ സംഭവങ്ങളെയും കൊണ്ടുവന്നിട്ട് ഗോട്ട് വേഴ്സസ് OG എന്നൊരു സീക്വൽ അനൗൺസ് ചെയ്തു. അവിടെ സംഭവിച്ചത് ഓൾറെഡി എൻ്റെ ആ ഒരു സാധനത്തിന് പിന്നെ എക്സ്ട്രാ ഒരു സീൻ കൊടുത്ത് സെക്കൻഡ് പാർട്ട് സെറ്റപ്പ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ അതുവരെ നമ്മൾ കണ്ട സിനിമയുടെ ലോജിക്കും ബ്രേക്ക് ചെയ്യുന്നത്. അതുവരെ നമ്മൾ കണ്ട സിനിമയിൽ ഉണ്ടായിരുന്ന വെറും ക്ലോണാണ്. ആ ഒരു ക്ലോണുകളെ സൃഷ്ടിക്കുന്ന മെയിനായിട്ടുള്ള ആളാണ് യഥാർത്ഥ വില്ലൻ വിജയ്. അപ്പോൾ അത്രത്തോളം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാൾ എന്തുകൊണ്ടാണ് തൻ്റെ അച്ഛനാണ് നിരപരാധി എന്ന് മനസ്സിലാക്കാതിരുന്നത് എന്നുള്ളത് മറ്റൊരു ട്വിസ്റ്റ്. അപ്പോൾ അങ്ങനത്തെ വേറൊരു സംഭവമാണ് ഇവിടെ നടന്നതെന്ന് പറയാം. ഓൾറെഡി എൻ്റെ ആ ഒരു സ്റ്റോറി അതിനപ്പുറത്തേക്കൊരു ക്രെഡിറ്റ് സീൻ ഇടുന്നു. എന്നാൽ ഇവിടെ ഈ ക്രെഡിറ്റ് സീൻ പറയുന്നത് പിള്ളേരല്ല. അതുകൊണ്ട് തന്നെ സെയിം ലോജിക്കിൽ പോകുന്നത് എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ തോന്നി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയാം.
എനിവേ എനിക്ക് ബബ്ബബ്ബ വലിയൊരു എക്സ്പീരിയൻസ് ആണ് നൽകിയത്. എസ്പെഷ്യലി ആ ഒരു സോന ഒക്കെ ആയിട്ടുള്ളൊരു ഫൈറ്റ് സീൻ ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു ഫീവർ ഡ്രീം ഓൺ സ്റ്റെറോയിഡ്സ് എന്നൊക്കെ പറയാൻ പറ്റത്തില്ല, അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലിറ്ററലി നമ്മൾ വേറെ എവിടെ ഒരു ലോകത്തെത്തിയ പോലെ ആയിരുന്നു. കാരണം ആ ഒരു ക്യാമറ മൂവ്മെൻറ്റ്സും ആ ഒരു ഫൈറ്റും എല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ വല്ലാത്തൊരു എക്സ്പീരിയൻസ്, ഔട്ട് ഓഫ് ദ വേൾഡ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയാം. പക്ഷേ ആ ഒരു ഫൈറ്റിൽ മാത്രമാണ് അത് അത്ര എക്സ്പീരിയൻസ് ചെയ്തത്. പിന്നീട് ലാലേട്ടനൊക്കെ വന്ന ക്ലൈമാക്സ് ഫൈറ്റിൽ കുറേ കാര്യങ്ങളൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ആക്കാമായിരുന്നു എന്നും തോന്നി. പിന്നെ സിനിമയിൽ വളരെയധികം പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു സീനുണ്ട്. പ്രോബ്ലമാറ്റിക് ആണെന്ന് മാത്രമല്ല, അത് സിനിമയുടെ പ്ലോട്ടിന് ഒരു സീറോ ഇമ്പാക്റ്റ് കൊടുക്കുന്ന ഒരു സീനും കൂടാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല, അതൊക്കെ കട്ട് ചെയ്ത് കളയേണ്ടതായിരുന്നു. ഒരുപാട് പേര് ആ ഒരു സീൻ എടുത്ത് ഇപ്പോൾ ഒരുപാട് വിമർശിക്കുന്നത് കാണാം. OTT വന്നാലും ഏറ്റവും അധികം വിമർശനങ്ങൾ കിട്ടാൻ പോകുന്നത് ആ ഒരു സീന് തന്നെയായിരിക്കും. എന്തായാലും സിനിമ ഓവറോൾ ഒരു നല്ല എക്സ്പീരിയൻസ് നൽകി. പക്ഷേ അങ്ങിങ്ങായിട്ട് കുറേ ഇഷ്യൂസ് ഉണ്ട്. എന്നിരുന്നാലും ഒരുപാട് പേര് പറയുന്നത് നെഗറ്റീവ് സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല. റഫറൻസുകളും പിന്നെ ട്രിബ്യൂട്ടും മറ്റു കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ തിയേറ്ററിൽ കണ്ടിരിക്കാൻ വൻ ഓളമായിരുന്നു. പക്ഷേ ഇതേ സെയിം സിനിമ OTT വരുമ്പോഴത്തേക്കും കാണുമ്പോൾ അത്ര വലിയ എക്സ്പീരിയൻസ് കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു പാക്ഡ് തിയേറ്ററിലെ ഓഡിയൻസിനൊപ്പം ലാലേട്ടൻ്റെയൊക്കെ ഇൻട്രോ ഇട്ട് ഭയങ്കര ആർപ്പ് വിളിക്കുന്നൊരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു സംഭവം എന്തായാലും കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ പിന്നീട് എത്ര ആൾക്കാർ ഓർത്തിരിക്കുമെന്നുള്ളതും മറ്റൊരു സംശയമാണ്. എന്നിരുന്നാലും തിയേറ്ററിൽ കണ്ട ഒരു നല്ല എക്സ്പീരിയൻസ് കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ വേറൊരു കാര്യം, ഈ ഗില്ലിബാല ഒറ്റയടിക്ക് നമ്മൾ കാണുമ്പോൾ തന്നെ വലിയൊരു ഗ്യാങ്സ്റ്ററായിട്ടാണ് കാണുന്നത്. പുള്ളിയുടെ ബാക്ക് സ്റ്റോറി ഒന്നും പറയുന്നില്ല. സോ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ അതും എക്സ്പ്ലോർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് മറ്റൊരു സത്യം. സെക്കൻഡ് പാർട്ട് ഇതേ സെയിം ലോജിക്കിലാണ് പറയുന്നതെങ്കിൽ കഥ പറയാൻ പിള്ളേരുണ്ടാവുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. എന്തായാലും നമ്മൾ ബബ്ബബ്ബ റിലേറ്റഡ് ആയിട്ടും കൂടാതെ ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ അവതാർ റിലേറ്റഡ് ആയിട്ടും കുറേ വീഡിയോസ് ചെയ്യുന്നുണ്ട്. സോ ഇത്തരം കണ്ടൻസ് ഇഷ്ടപ്പെടുന്നതാണ് നിങ്ങളെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങളുടെ പേജ് ഇവിടെ നിന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ ഇനി അടുത്ത വീട്ടിൽ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഇസ് ചെങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം ഷോട്ട് ഓൺ ടാക്കീസ്.